നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേരളത്തിലെ കർഷക പ്രതിനിധികളുമായി ചർച്ച നടത്തി. കാർഷിക രംഗത്തെ പ്രശ്നങ്ങളെ മുൻനിർത്തി നടത്തിയ ചർച്ചകളിൽ പ്രതീക്ഷയുണ്ടെന്ന് കർഷക സംഘടനകളുടെ നേതാക്കൾ പറഞ്ഞു. കാർഷിക വളങ്ങളുടെ ലഭ്യത ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് ചർച്ചയിൽ പ്രധാനമായും സംഘടനാ പ്രതിനിധികൾ ഉന്നയിച്ചത്. ജനിതകമാറ്റം വരുത്തിയ വിളകൾ ഭാവിയിൽ സൃഷ്ടിക്കാൻ പോകുന്ന പ്രശ്നങ്ങളും കർഷകർ ചർച്ചയിൽ സൂചിപ്പിച്ചു. കർഷകനും സിനിമാ സംവിധായകനുമായ സത്യൻ അന്തിക്കാടിൻ്റെ വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് ചർച്ചയ്ക്ക് ശേഷം കർഷക പ്രതിനിധികൾ മാധ്യമങ്ങളോട് പറഞ്ഞു. തുടർന്ന് വിയ്യൂർ സ്വദേശികളായ സുധീഷ്, ശരണ്യ ദമ്പതികൾക്കായി PMAY പദ്ധതിയിൽ നിർമ്മിച്ച വീടിൻ്റെ താക്കോൽദാനം സുരേഷ് ഗോപി നിർവഹിച്ചു. തൃശൂരിലെ പരിപാടികൾക്ക് ശേഷം കേന്ദ്രമന്ത്രി എറണാകുളത്തേക്ക് തിരിച്ചു. ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് സർവീസ് നടത്തുന്ന തൃപ്പയാർ, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ റൂട്ടുകളിലെ സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക് തുടരുന്നു. ശക്തൻ സ്റ്റാൻഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ പ്രതിഷേധിച്ചാണ് ബസ് ജീവനക്കാർ പണിമുടക്കുന്നത്. അപ്രതീക്ഷിതമായ പണിമുടക്കിൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും യാത്രക്കാരും വിദ്യാർത്ഥികളും വലഞ്ഞു. എടത്തിരുത്തി ഏറാക്കലിൽ വീണ്ടും പൈപ്പ് പൊട്ടി. തീരദേശത്തെ 10 പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം മുടങ്ങി. ഏങ്ങണ്ടിയൂർ മുതൽ SN പുരം വരെയുള്ള പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണ ശൃംഖലയിലെ പ്രധാന പൈപ്പ് ലൈനാണ് പൊട്ടിയിട്ടുള്ളത്. എടത്തിരുത്തി ഏറാക്കൽ റോഡിലാണ് 700 mm പ്രിമോ പൈപ്പ് പൊട്ടിയത്. മറ്റൊരിടത്ത് ചോർച്ചയടയ്ക്കുന്നതിനായി ഇന്നലെ പ്ലംബിംഗ് നിർത്തിവെച്ച് പണി പൂർത്തിയാക്കിയ ശേഷം രാത്രി 10 മണിയോടെ പുനരാരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ ഏറാക്കലിൽ പൈപ്പ് പൊട്ടിയത്. വൻതോതിൽ വെള്ളം ചോരുന്നതിനാൽ പമ്പിംഗ് വീണ്ടും നിർത്തിവെച്ചിരിക്കുകയാണ്. അടിക്കടി പൈപ്പ് പൊട്ടി കുടിവെള്ള വിതരണം മുടങ്ങുന്നത് മൂലം തീരദേശത്തെ ജനങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണ്. ഏറാക്കൽ റോഡിലാണ് നിരന്തരം പൈപ്പ് പൊട്ടുന്നത്. ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഡിസംബർ 18, 19, 20 തീയതികളിൽ കയ്പമംഗലത്ത് നടക്കുന്ന CPM നാട്ടിക ഏരിയ സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. കാളമുറി നോബിൾ പാലസിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു സമ്മേളനവുമായി ബന്ധപ്പെട്ട് വിശദീകരണം നടത്തി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KA വിശ്വംഭരൻ, TV സുരേഷ് ബാബു, ലോക്കൽ സെക്രട്ടറി BS ശക്തിധരൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാനായി PM അഹമ്മദ്, കൺവീനറായി MA ഹാരിസ് ബാബു, ട്രഷററായി BS ശക്തിധരൻ എന്നിവരടങ്ങിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ഞാൻ വളരെ ദീർഘമായി രാഷ്ട്രീയ പ്രശ്നങ്ങളെ കുറിച്ചോക്കും ഈ വൈകിയ വേളയിൽ ഞാൻ സംസാരിക്കുന്നില്ല. നിശ്ചയിച്ചതിനേക്കാൾ കുറച്ച് സമയം വൈകിയാണ് ഞാൻ ഇവിടെ എത്തിയതെന്നുള്ളതുകൊണ്ട് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ആവർത്തനം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒന്ന്, നമ്മുടെ രാജ്യം വർഗീയ ശക്തികൾ ഈ രാജ്യത്തിന്റെ സകല മൂല്യങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഭരണഘടന കൂരിക്കുഴി മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗഹൃദ കൂട്ടം സംഘടിപ്പിച്ചു. ബാബുൽ ഉലൂം മദ്രസ ഹാളിൽ നടന്ന പരിപാടി കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗം A സൈഫുദ്ദീൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് സിറാജുദ്ദീൻ സഖാഫി അധ്യക്ഷനായി. സംസ്ഥാന വഖഫ് ബോർഡ് അംഗം മസൂദ് ഇടപ്പള്ളി ക്ലാസ് നയിച്ചു. മഹല്ല് ഖത്തീബ് മുഹമ്മദ് സാദിഖ് സഖാഫി പ്രാർത്ഥന നിർവഹിച്ചു. മഹല്ല് സെക്രട്ടറി KK ഹംസ, ട്രഷറർ മുഹമ്മദ് ഫയാസ്, ജോയിന്റ് സെക്രട്ടറി PI സമീർ തുടങ്ങിയവർ സംസാരിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആക്ട്സിൻ്റെ തൃശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ബ്രാഞ്ചുകളുടെ പ്രവർത്തനത്തിന് ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി നടത്തിയ മെഗാ നറുക്കെടുപ്പിൽ വാടാനപ്പള്ളി ബ്രാഞ്ചിൽ നിന്ന് വിറ്റ ടിക്കറ്റുകളിൽ 2ാം സമ്മാനം ലഭിച്ചു. സമ്മാനങ്ങളുടെ വിതരണം ആക്ട്സ് പ്രസിഡന്റ് AP ജോസ് മാസ്റ്റർ, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ബ്രാഞ്ച് വൈസ് പ്രസിഡന്റുമായ CM നിസാർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. വാടാനപ്പള്ളി ബ്രാഞ്ച് ജനറൽ സെക്രട്ടറി V അഹമ്മദ്, ട്രഷറർ അബ്ദുൾ ജബ്ബാർ അറയ്ക്കൽ, കൺവീനർ തോമസ് എന്നിവർ പങ്കെടുത്തു. താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനാചരണം നടത്തി.
പെരിങ്ങോട്ടുകര നാലുംകൂടി സെന്ററിൽ പുഷ്പാർച്ചനയോടെ തുടങ്ങിയ ജന്മദിനാചരണം നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ VK പ്രദീപ്, വൈസ് പ്രസിഡന്റ് രാമൻ നമ്പൂതിരി, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി MB സജീവ്, പ്രവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലൂയിസ് താണിക്കൽ എന്നിവർ സംസാരിച്ചു. എടത്തിരുത്തി സൗത്തിൽ മണ്ഡലമാസത്തോടനുബന്ധിച്ച് ദേശവിളക്ക് മഹോത്സവം നടത്തി. പറയൻകടവ് പരിസരത്ത് നിന്നും ശാസ്താംപാട്ടിൻ്റെയും ചിന്തുപാട്ടിൻ്റെയും കോമരങ്ങളുടെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് നടന്നു. കമ്മായി റോഡ് പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് ദേശവിളക്ക് ആഘോഷിച്ചത്. ഗണപതി ഹോമം, ദീപാരാധന, ചിന്തുപാട്ട്, അന്നദാനം, ശാസ്താംപാട്ട്, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ് എന്നിവ ദേശവിളക്കിൻ്റെ ഭാഗമായി നടന്നു. ഭാരവാഹികളായ രാജേന്ദ്രൻ കോതളത്ത്, പ്രസാദ് നടുവിൽത്തറ, ശശി കാരയിൽ എന്നിവർ നേതൃത്വം നൽകി. തോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.